ഓരോ 30 സെക്കൻഡിലും ഇന്ത്യയിൽ ഒരാളുടെ കാൽ മൊത്തമായോ ഭാഗികമായോ നഷ്ടപ്പെടുന്നു എന്നാണ് കണക്ക്. ഇത് അപകടമൊന്നുമല്ല. പുകവലിയും പ്രമേഹവും മൂലവും കാലിലേക്കുള്ള രക്തോട്ടം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് ഈ കാലുകൾ നഷ്ടപ്പെടുന്നത്. ഇത് കാരണം ലക്ഷക്കണക്കിന് വികലാംഗരാണ് ഇന്ത്യയിൽ ഇന്ന് ഉള്ളത്. 80% കാൽ നഷ്ടപ്പെടലുകളും ശരിയായ ചികിത്സാ രീതി കൊണ്ടും ജീവിതചര്യ മാറ്റങ്ങൾ കൊണ്ടും പ്രമേഹ നിയന്ത്രണം കൊണ്ടും ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ കാണുന്നത്. ഇതിലേക്കുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യ 2 വർഷം മുമ്പ് ആംപ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ ഇന്ത്യ മൊത്തം ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട മുൻ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാണിലെ വാസ്കുലർ സർജറി വിഭാഗത്തിൽ ഇതിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ വിഭാഗത്തിൽ ഇത്തരം രക്തഓട്ടം നഷ്ടപ്പെടുന്ന രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആവശ്യമാണെങ്കിൽ അസ്ഥിരമായി ചെയ്യുവാനുള്ള ഏറ്റവും പുതിയ ഒരു ഹൈബ്രിഡ് കാത്ത് ലാബ് ലഭ്യമാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനകം തന്നെ അനേകം രോഗികൾ ചികിത്സ നേടിയിട്ടുണ്ട്. 92 വയസ്സായ ഒരു വൃദ്ധയുടെ കാലുകൾ പോലും മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞിടത്തൊന്നും നടത്തിയെടുക്കുവാൻ ഇത്തരം ചികിത്സാ രീതിയിലൂടെ നമുക്ക് സാധ്യമായി. ഇന്ന് വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡൻ്റായ ഡോക്ടർ RC ശ്രീകുമാറാണ് ഈ മൂവ്മെൻറ്റിന് തുടക്കമിട്ടതും ചുക്കാൻ പിടിച്ചത്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ പ്രധാന ചികിത്സാ രീതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതും ഇന്ത്യ മൊത്തം നിലവിലുള്ള ആംപ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു ആംപ്യൂട്ടേഷൻ ഇല്ലാത്ത ഒരു സമൂഹം തിരുവനന്തപുരത്തും വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ദേശം.